വളരെ വർഷങ്ങളായിട്ട് നീണ്ടു നിൽക്കുന്ന മൈഗ്രെയിൻ രോഗികളിൽ പലരിലും പല തരത്തിലുള്ള ട്രിഗറിംഗ് ഫാക്ടേഴ്സ് ഉണ്ടാവാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോട്ട് ചെയ്യാറുള്ളത് ഫുഡ് ട്രിഗേഴ്സ് ആണ്. ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രിഗേഴ്സ് ആണ്. ആഹാര സംബന്ധമായിട്ടുള്ള ട്രിഗേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഓർക്കേണ്ടത് ചില പ്രത്യേകതരം പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ചില പ്രത്യേകതരം ഭക്ഷണ സാധനങ്ങളോട് നമ്മൾക്കുണ്ടാവുന്ന അഗ്രവേഷൻസ് ആണ്. ആ സാധനങ്ങൾ അല്ലെങ്കിൽ ആ ഫുഡ് പാർട്ടിക്കിൾസ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഭക്ഷണം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് മൈഗ്രെയിൻ ട്രിഗർ ആവുന്നതായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് അനുഭവങ്ങൾ ഉള്ളവരുണ്ട്. ചില ആളുകൾക്ക് അത് കാപ്പിയായിരിക്കാം, ചില ആളുകൾക്ക് അതൊരു പുളിയുള്ള ദോശ കഴിക്കുമ്പോഴാവാം, ചില ആളുകൾക്ക് വയറിന് ദഹന പ്രശ്നമുള്ള വ്യക്തികൾക്കാവട്ടെ ഇത് എരിവോ മധുരമോ കഴിക്കുമ്പോഴും ആവാം. ഒരുപക്ഷെ ചില ആളുകൾക്കെങ്കിലും അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾക്ക് ഇത് ഭക്ഷണത്തിന്റെ സ്മെല്ല് കൊണ്ട് പോലും ആവാമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സാധാരണ പ്രതീക്ഷിക്കാത്തതും സാധാരണ നമ്മൾ കണ്ടുവരാത്തതുമായിട്ടുള്ള പല ഭക്ഷണ സാധനങ്ങൾക്കും ഒരുപക്ഷെ നമ്മൾ സാധാരണയായിട്ട് കഴിക്കാത്ത സ്നാക്സ് ആവാം, നമ്മൾ സാധാരണ കുടിക്കാത്ത എന്തെങ്കിലും ജ്യൂസുകളാവാം, ഇതെല്ലാം ട്രിഗറിംഗ് ഫാക്ടേഴ്സ് ആയിട്ട് കണ്ടുവരാറുണ്ട്. ഇത്തരത്തിൽ നിങ്ങൾക്ക് തലവേദന ട്രിഗർ ചെയ്യുന്ന ഭക്ഷണ സാധനങ്ങളോ പാനീയങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുമല്ലോ.